വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇന്ന് നമ്മൾ അൺബോക്സിങ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ 100ാമത്തെ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം, ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങളോടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതുവരെ ചെയ്തു വെച്ച സ്മാർട്ട് ഫോണുകളുടെ ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടറോള എഡ്ജ് 40 നിയോ 5G. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 10 ദിവസത്തിന് മുകളിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഇന്നും ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് വരുന്ന ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു കേസ് കാണാൻ സാധിക്കും. സെയിം നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ അതേ കളറിലുള്ളത്. പക്ഷേ ഇതെല്ലാം സ്പെഷ്യാലിറ്റി 100% ഓർഗാനിക് മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷമായിട്ടുള്ള രീതിയിലുള്ള മെറ്റീരിയലല്ല യൂസ് ചെയ്തിരിക്കുന്നത്. പൊതുവേ നമുക്കറിയാം മോട്ടറോളയുടെ ബ്രാൻഡിൽ ഈവൻ ബോക്സ് ആണെങ്കിലും എല്ലാം തന്നെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഇനി 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററാണ് കൂടെ ലഭിക്കുന്നത്. Type A to Type C ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള മോട്ടറോള എഡ്ജ് 40 നിയോ 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് സൂത്തിങ് സി എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ബ്ലാക്ക് ബ്യൂട്ടി, കനയിൽ ബേ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു 2 കളേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വെഗൻ ലെതർ ആണെങ്കിൽ ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയുന്നതിൽ ആക്രലിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കർവ്ഡ് ഡിസൈനാണ് ഡിസ്പ്ലേയിലും പിറകു സൈഡിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബോക്സി ആയിട്ടുള്ള ഡിസൈനാണ്. ക്യാമറ ബോഡികൾ വരുന്നത് അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിൽ. ബോഡി ഫ്രെയിം വരുന്ന പ്ലാസ്റ്റിക് ആണ്. എനിവേ 7.9 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 172 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ട് ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. സിം ട്രേ എന്ന് പറയുന്നത് ഫിസിക്കലി നമുക്ക് സിംഗിൾ സിം മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കൂ. മറ്റൊരു സിം ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സിം ആണ്. അതുപോലെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. Type C ചാർജിങ് പോർട്ട്, അതുപോലെ ഇന്റേണൽ മൈക്ക്, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.55 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 144 ഹെർട്സ് ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫാസ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 402 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. 1300 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. വെളിയിലൊക്കെ പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. HDR10+ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ഓവറോൾ ഡിസ്പ്ലേ വൈസ് ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബൽ വേരിയന്റ് സ്മാർട്ട് ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ 1-2 ചെറിയ വ്യത്യാസങ്ങൾ ഇന്ത്യൻ വേരിയന്റുമായിട്ട് സ്പെസിഫിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. MediaTek Dimensity 7030 എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 6 നാനോമീറ്റർ ആണ് ചിപ്സ് സൈസ്. ഒക്ടാ കോറിൽ 2.5 GHz ആണ് ക്ലോക്ക് സ്പീഡ്. മാലി G610 MC3 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്ക് പറയത്തക്ക രീതിയിലുള്ള യാതൊരു ഇഷ്യൂവും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല. അത്രയും സ്മൂത്തായിട്ടും ഫാസ്റ്റായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിച്ചതായിട്ട് കാണാനുണ്ട്. 12GB റാമിൽ 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയൻ്റാണ് ഖത്തറിൽ അവൈലബിൾ ആകുന്നത് അല്ലെങ്കിൽ ഗ്ലോബൽ വേർഷനിൽ അവൈലബിൾ ആകുന്നത്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 8GB റാമിൽ 128GB കൂടി അവൈലബിൾ ആണ്. LPDDR5 ആണ് റാം ടൈപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നെറ്റ്വർക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. 14ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ഈ ഒരു ഗ്ലോബൽ വേരിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിസിക്കലി ഒരു സിം മാത്രമേ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കൂ. സെക്കൻഡറി ആയിട്ട് നമുക്ക് ഈ സിം എന്നുള്ള രീതിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. മെമ്മറി കാർഡ് ഇടാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇല്ല എന്നതാണ്. വൈഫൈ 6E ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് വേർഷൻ വരുന്നത്. NFC കൂടി ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. IP68 റേറ്റിംഗോട് കൂടിയുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോണാണിത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമ്മൾ പൊതുവെ IP68 റേറ്റിംഗ് കാണാറില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് വലിയൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് നിലവിൽ ആൻഡ്രോയിഡ് 13 പ്രവർത്തിക്കുന്നതെങ്കിൽ ആൻഡ്രോയിഡ് 15 വരെ ഇത് ലഭിക്കുകയും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ബാറ്ററി സൈഡ് വരികയാണെങ്കിൽ 5000 mAh ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി കപ്പാസിറ്റി. അതുപോലെ 68 വാട്ടിൻ്റെതാണ് ചാർജർ നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ഏകദേശം 35 to 40 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഫുൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ
നിങ്ങൾ 144 ഹെഡ്സിലാണ് ഈ ഒരു റിഫ്രഷ് റേറ്റിലാണ് ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബാറ്ററി കൺസപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഓട്ടോ മോഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹാർഡ് യൂസർ ആണെങ്കിൽ കൂടിയോ അല്ലെങ്കിൽ ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും നമുക്ക് ഏകദേശം ഒരു ദിവസം ബാറ്ററി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം 1.5 ദിവസത്തിനടുത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ഇടുമെന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു സ്മാർട്ട് ഫോൺ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ചെക്ക് ചെയ്യണം എന്നുള്ളത്. എനിവേ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലോബൽ വേർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഈ ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂ എനിക്ക് ഈ ഒരു ഗ്ലോബൽ വേരിയൻറ്റിൽ ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ അതുപോലത്തെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂ എനിക്ക് നിലവിൽ ഈ ഒരു സമയം വരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ ലൗഡി ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കേൾക്കാൻ സാധിച്ചത്. പക്ഷേ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ള ഒരു ഒപ്പീനിയൻ ഇല്ല. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കർ ഔട്ട്പുട്ട് തന്നെയാണ് കേൾക്കാൻ സാധിച്ചത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കിൽ ഒരു ചെറുതായിട്ട് ആ ഒരു ആനിമേഷൻ്റെ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചത്. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എക്സ്പെക്ട് ചെയ്യുന്നതിൽ മുകളിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഒരിക്കലും നമ്മളൊരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒരിക്കലും ഈ ഒരു പ്രൈസിൽ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ ലാഗിങ് ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്ക് ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം സമയം കളിച്ചത് കൊണ്ട് തന്നെ ചെറുതായിട്ട് വാമാവുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തത് കേസ് ഇല്ലാതെയാണ് ഗെയിം കളിച്ചിട്ടുള്ളത്. വിത്ത് കേസ് ആണെങ്കിൽ ആ ഒരു വാമ കുറച്ചും കൂടി കുറയുന്നതായിരിക്കും. ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചത്. 2 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളത്. 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ പൊതുവേ മോട്ടോറോള സ്മാർട്ട് ഫോണുകളെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് ക്യാമറ പെർഫോമൻസ് ഒരു ആവറേജ് പെർഫോമൻസ് ആയിട്ടാണ് പൊതുവെ ഫീൽ ചെയ്യാറുള്ളത് എന്നത്. പക്ഷേ ഈ ഒരു ക്യാമറ പെർഫോമൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ആണ് മറ്റ് മോട്ടോറോള സ്മാർട്ട് ഫോണിനെക്കാളും എന്ന് പറയാൻ സാധിക്കും. പക്ഷേ അതേ സമയത്ത് തന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഒരു അണ്ടർ എക്സ്പോഷർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ മോർണിംഗ് ലൈറ്റിലാണ് ഫോട്ടോസ് എടുക്കുന്നതെങ്കിലും വേണ്ട എക്സ്പോഷർ നമുക്ക് ആ ഒരു ഫോട്ടോസിൽ ലഭിക്കുന്നില്ല എന്നൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് നാച്ചുറൽ കളർ എന്നുള്ള ഫീലിംഗ് ഒന്നും മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടില്ല. മിക്ക ഫോട്ടോസിലും നമുക്കൊരു ഇത്തിരി കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഫോട്ടോ എന്നുള്ള രീതിയിലാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ സാമ്പിൾസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം കോൺട്രാസ്റ്റി ആണ് അല്ലെങ്കിൽ എത്രത്തോളം അണ്ടർ എക്സ്പോഷർ ആയിട്ടാണ് ചില ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നുള്ളത് എന്നൊരു കാര്യവും. ഡൈലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം ഈ പറഞ്ഞ കോൺട്രാസ്റ്റ് വെച്ച് നിർത്തിയാൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ലതാണ്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കണ്ടീഷനിലാണെങ്കിലും നൈറ്റ് പെർഫോമൻസ് നമുക്കൊരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്ന ഫോട്ടോസാണ്. ഇനി അൾട്രാവൈഡ് ലെൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്മാർട്ട് ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് അൾട്രാവൈഡ് ഫോട്ടോസിലൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കളർ വൈസ് പറയുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോസ് നമുക്ക് ആ ഒരു കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഫോട്ടോസ് ആയിട്ടാണ് ലഭിക്കുന്നത് മിക്ക സമയത്തും. പക്ഷേ ചില സമയത്ത് നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് മെയിൻ ക്യാമറയിലും അതുപോലെ തന്നെ അൾട്രാവൈഡിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി പറയേണ്ടതാണ്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ പഞ്ച്വൽ ക്യാമറയാണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. സെൽഫി ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മിക്ക സമയത്തും നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. ചില ഫോട്ടോസൊക്കെ ഇത്തിരി സാച്ചുറേറ്റഡ് ആണ്, ചില ഫോട്ടോസൊക്കെ നമുക്ക് നാച്ചുറൽ എന്നുള്ള രീതിയിലും ലഭിച്ചിട്ടുണ്ട്. അത് ഡൈലൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും HDR ആണെങ്കിലും ആ ഒരു പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് സെൽഫി ക്യാമറയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു എബോവ് ആവറേജ് പെർഫോമൻസ് ഉള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ക്യാമറ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 1-2 മലയാളികളുടെ യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിരുന്നു ഈ ഒരു ക്യാമറ പെർഫോമൻസിൻ്റെ അവരുടെ അഭിപ്രായം അറിയേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്ത് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോസിൽ എങ്ങനെയാണോ ലഭിച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോസ് ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷേ ഫ്യൂച്ചറിൽ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ള ക്യാമറ പെർഫോമൻസ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ
ശരിക്കും ഒരു അണ്ടർ എക്സ്പോഷർ എന്നുള്ള രീതിയിലുള്ള ഫീലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റി ആയിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ടാണ് കാണാൻ സാധിക്കുന്നത്. HDR-ഉം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്, 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. സ്റ്റെബിലിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണുന്നുണ്ട്. അതേസമയം തന്നെ കളേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരല്പം കോൺട്രാസ്റ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് പറയുന്നതിന് മുമ്പ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ വാറണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഖത്തറിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് GCC വാറണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. അതായത് നിങ്ങൾ ഖത്തറിൽ നിന്ന് വാങ്ങിയാൽ നിങ്ങൾ UAE-യിൽ പോയാലും സൗദിയിൽ പോയാലും കുവൈത്തിൽ പോയാലും ബഹ്റൈനിൽ പോയാലും ഒമാനിൽ പോയാലും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വാറണ്ടി ആ ഒരു രാജ്യത്ത് നിന്നൊക്കെ ക്ലെയിം ചെയ്യാൻ സാധിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കുകയില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് നിലവിൽ 12GB + 256GB എന്ന് പറയുന്ന ഒരു മെമ്മറി വേരിയൻ്റിലാണ് അവൈലബിൾ ആകുന്നത്. 1299 ഖത്തറിയല്ല, ഏകദേശം ഇന്ത്യയുടെ 29,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷെ അതിലും കുറഞ്ഞ ഓഫേഴ്സിൽ ചില സ്ഥലത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിവേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മോട്ടോ ബഡ്സ് 105 എന്ന് പറയുന്ന ഇയർബഡ്സ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. എനിക്ക് ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഡിസ്പ്ലേ തന്നെയാണ്. അതായത് 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്മൂത്ത്നെസ്സും ഫാസ്റ്റ്നെസ്സും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കർ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഗംഭീരമാണ്, ഹാർഡ്വെയർ എക്സ്പീരിയൻസും അത്യാവശ്യം നല്ലതാണ്. ക്യാമറ പെർഫോമൻസ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഇതിനെ നമുക്ക് പെർഫെക്റ്റ് ഫോൺ എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു മോട്ടോ എഡ്ജ് 40 നിയോ എന്ന് പറയുന്നത്. എനിവേ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സയ്യിദ് ഇർഷാദ്.